സ്നേഹിതരെ, സല്യൂട്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോ എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള അവലോകനമായിരുന്നു. ഈ വീഡിയോ കണ്ട എൻ്റെ ചാനലിൽ വളരെയധികം പേർ നല്ല കമന്റുകൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് പിന്തുണ നൽകിയിട്ടുണ്ട്. അതിനൊക്കെ വളരെയധികം നന്ദി, സ്നേഹം. പക്ഷെ അതിനിടയിലൂടെ ചിലർ വളരെ മോശം കമന്റുകൾ എഴുതിയിട്ടുണ്ട്. എല്ലാ കമന്റും ഞാൻ വായിച്ചു, പക്ഷെ ഒന്നിനും മറുപടി എഴുതണ്ട എന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് കമന്റുകൾ പിന്നെയും വരുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട്, സമയം ലഭിക്കാത്തത് കൊണ്ടുമൊക്കെയാണ് ഞാൻ മറുപടി എഴുതാത്തത്. ഇതിനു മുമ്പ് വിവാദമായ ചില വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ 142 എപ്പിസോഡായ ലവ് ജിഹാദ് വീഡിയോ വളരെയധികം വിവാദമായി. വളരെ മോശം കുറെ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ചിലതിനൊക്കെ ഞാൻ അതിന് മറുപടി അയച്ചിരുന്നു. 75 എപ്പിസോഡായ ദിലീപിനെ കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോയും വളരെയധികം മോശം കമന്റുകൾ കേൾക്കേണ്ടി വന്ന ഒരു വീഡിയോ ആണ്. ഈ 2 വീഡിയോകളുമാണ് ഇതിനു മുമ്പ് മറ്റ് ചാനലുകൾ എടുത്തു വെച്ച് ചർച്ച ചെയ്തിരുന്നത്. മറ്റ് യൂട്യൂബ് ചാനലുകളും സോഷ്യൽ മീഡിയയും ഒക്കെ ഇപ്പൊ പൊങ്കാല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നല്ല വാക്കായിട്ടാണ് കരുതപ്പെടുന്നത്. എനിക്ക് പൊങ്കാല എന്ന് പറയുന്ന വാക്ക് വലിയ ഇഷ്ടമാണ്. കാരണം അതൊരു ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, മധുരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, ദൈവികവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വാക്കാണ്. നമ്മൾ പൊങ്കാല എന്ന് പറയുമ്പോൾ ദേവിക്ക് സമർപ്പിക്കുന്നതാണ്. പൊങ്കാല ഇടുക എന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് എടുത്തിട്ട് അലക്കുക എന്ന് പറയുന്നതിന് തുല്യമാണ്. അതായത് വളരെ മോശം കുറെ കാര്യങ്ങൾ ചെയ്തു, കത്തിക്കുക, തീയിടുക എന്നൊക്കെ പറയുന്ന ഒരു ഉദ്ദേശത്തിലാണ് അവർ പറയുന്നത്. അവിടെ ആ സോഷ്യൽ മീഡിയ വാക്കാണ്. അപ്പൊ അങ്ങനെ ഒരു പൊങ്കാല ഇട്ടു എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച്. വേറെ ഒരുപാട് പേർ, സ്വന്തമായിട്ടുള്ള യൂട്യൂബ് ചാനലുള്ള ആൾക്കാർ, ഞാൻ എമ്പുരാനെ കുറിച്ച് ചെയ്ത വീഡിയോ അതിന്റെ ഭാഗങ്ങളൊക്കെ എടുത്ത് കാണിച്ച് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ പറയാത്ത കാര്യങ്ങളും കൂടെ എഴുതി ചേർത്ത് വളരെ മോശമായിട്ട് അഭിപ്രായം പറഞ്ഞതൊക്കെ ഞാൻ കണ്ടു. മുഴുവനും കണ്ടില്ല, പലരും ഇങ്ങനെ അയച്ചു തരും. എന്റെ സുഹൃത്തുക്കളും ഒക്കെ എനിക്ക് ലിങ്ക് അയച്ചു തരുമ്പോഴൊക്കെയാണ് ഞാൻ ഇത് കാണുന്നത്. അല്ലാതെ ഞാൻ ഇത് കാണാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. ഇതിന്റെ കമന്റുകള് മോശമാണ്, അതുകൊണ്ട് മാഡം ഒന്ന് വായിച്ചു നോക്കൂ എന്നൊക്കെ പറഞ്ഞ് അയക്കുന്നവരോട് ഞാൻ ദയവ് ചെയ്ത് അയക്കരുതേ എന്നൊക്കെ പറഞ്ഞ് അയച്ചിട്ടുമുണ്ട്. പക്ഷേ എനിക്ക് വളരെ വളരെ പ്രിയപ്പെട്ട എൻ്റെ ഒരു ഇക്കായുണ്ട്. എൻ്റെ സ്വന്തം മൂത്ത സഹോദരനെ പോലെ ഞാൻ കരുതുന്ന ആളാണ്. കുറെ വർഷങ്ങളായിട്ട് ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ്. ഇക്കയും എന്നെ ഒരു കുഞ്ഞനിയത്തിയെ പോലാണ് കരുതുന്നത്. ഇക്ക എന്നെ ഒരു ദിവസം ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, എന്തിനാ ലേഖ ഇങ്ങനെ ഇതുപോലെയുള്ള വിദ്വേഷം പരത്താൻ ഉതകുന്ന തരത്തിലുള്ള വീഡിയോ ഒക്കെ ഇടുന്നത്? ഇപ്പൊ ലവ് ജിഹാദിനെ കുറിച്ചും ഒക്കെ ഇട്ട വീഡിയോ ഞാൻ മദ്രസകളെ പൊതുവേ മോശമായിട്ട് പറഞ്ഞു എന്നുള്ള മട്ടിലാണ് പലരും പറഞ്ഞത്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ ഒരു ധാരണ സമൂഹത്തിൽ പടരുകയൊക്കെ ചെയ്ത് അതിന്റെ വിവാദമൊക്കെ ഒന്ന് കെട്ടടങ്ങി വന്ന സമയത്ത് വീണ്ടും എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് പലർക്കും ദുസ്സഹമായിട്ട് തോന്നുന്നുണ്ട്. അപ്പം റിട്ടയർ ഒക്കെ ചെയ്ത് സമാധാനമായിട്ട് ഇരുന്നാൽ പോരെ, എന്തിനാ ആളുകളുടെ വിരോധം പിടിച്ചു വാങ്ങുന്നത് എന്ന് ചോദിച്ചു. ഞാൻ എന്നോട് വിരോധമില്ല എന്ന് എനിക്കറിയാം, എനിക്കത് മതി. അല്ലാതെ മറ്റുള്ള ആൾക്കാര് ഇതിനെ വികലമായിട്ട് കാണുന്നത് കൊണ്ടാണ് ഇത്തരം കമന്റുകൾ എഴുതുന്നത്. ചാനലിൽ വന്ന് മുഴുവൻ കണ്ടിട്ടുള്ളവർക്ക് അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷെ അതിനെ കുറിച്ച് വികലമായിട്ട് മറ്റുള്ളവർ പറയുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് കൂടുതൽ ദേഷ്യം ഉണ്ടാക്കുകയും അതെന്തോ വർഗീയ വിദ്വേഷം ഞാൻ പരത്താൻ ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ ചെയ്തത് എന്നൊക്കെയുള്ളൊരു ധാരണ വരുന്നതും. 4.5 വർഷം യൂട്യൂബ് പ്രയാണം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരു വിഷയത്തെക്കുറിച്ചും ഞാൻ രണ്ടാമതൊരു വിശദീകരണം ഞാൻ പറയേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല. ഞാൻ വീണ്ടും എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് പറയാമെന്ന് ഉദ്ദേശിച്ചത്, കഴിഞ്ഞ വീഡിയോയിൽ ചില സ്ഥലത്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവുണ്ടായതായിട്ട് എനിക്ക് തോന്നി. അതായത് ഞാൻ പറയേണ്ട പല കാര്യങ്ങളും വ്യക്തമായിട്ട് എനിക്ക് പറയാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു സംശയം ഉണ്ടായതുകൊണ്ടാണ്. സിനിമ അത്ര വലിയ മഹത്തരമായിട്ടുള്ള സിനിമയല്ല, അതിന് ഞാൻ ആവശ്യമില്ലാതെ ഒരു ഹൈപ്പ് ഞാനും കൂടെ ചേർന്ന് കൊടുക്കേണ്ട കാര്യമില്ല. അതെന്താ സിനിമയുടെ ഗതി എങ്ങോട്ടേക്കാണെന്ന് പൊതുവെ എല്ലാവർക്കും അറിയാം. രാജ്യത്തിനും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും എതിരാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ അത് UF പാർട്ടി വളരെ മോശം പാർട്ടിയായിട്ട് കാണിക്കുന്നുണ്ട്. RPIM പാർട്ടി, ഇപ്പോഴത്തെ CPM പാർട്ടി അതിനേക്കാളും മോശമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ഒരു ഗ്രൂപ്പാണെന്നും RPI നേതാവിന് ഇങ്ങനെ തിരുവാതിര കളി ഇഷ്ടമാണെന്നും എല്ലാ സ്ത്രീകളും കൂടെ ചേർന്ന് തിരുവാതിര കളിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് രസിക്കുന്നവനാണെന്നും ഒക്കെ ഉള്ളൊരു ധ്വനി അതിനകത്ത് വരുത്തിയിട്ടുണ്ട്. അപ്പൊ അത് എല്ലാ പാർട്ടിക്കും മോശമാണത്. എന്തുകൊണ്ടാണ് അതൊരു പാർട്ടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഈ സിനിമ ഇഷ്ടമായതെന്ന് എനിക്ക് എത്ര ഓർത്തിട്ടും മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ അതിനകത്ത് ഈ വികലമായ രീതിയിൽ ഗുജറാത്തിൽ നടന്നതിന്റെ കാണിക്കുന്നത് കൊണ്ടായിരിക്കാം. അത് ചിലപ്പോൾ BJPയെ താഴ്ത്തി കാണിക്കുന്ന സിനിമയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇത് പ്രൊട്ടക്ട് ചെയ്തേ മതിയാവും, ഞങ്ങൾ ഇതിന് പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെയുള്ളൊരു ധാരണ മനസ്സിലുള്ളത് കൊണ്ടാണോ എന്ന് അറിയില്ല. സിനിമ എന്ന് പറയുന്നത് ഒരു ആർട്ടാണെങ്കിലും
ഏത് ആർട്ടും, ഏത് ഒരു കഥയാണെങ്കിലും നോവലാണെങ്കിലും, ഇപ്പൊ ഒരു സ്ത്രീകളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന നോവലാണെങ്കിലും എനിക്ക് പ്രതികരിക്കാനുള്ളത് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. എല്ലാവരും നന്മയുള്ള മനുഷ്യർ, എന്റെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ ഒരുമിച്ച് ഭാരതത്തിൽ താമസിക്കുന്ന ഭാരതീയർ എന്നുള്ള മട്ടിലല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഒരേ രാജ്യത്ത് ജനിച്ചവർ, അങ്ങനെ അല്ലാതെ എനിക്ക് ഇവർ ഇന്നയാള് ഇന്ന മതത്തിലാണ്, ഇന്നയാൾ ഈ മതത്തിലാണ് എന്നങ്ങനെ തോന്നിയിട്ടില്ല. എന്റെ വീഡിയോസ് ഒക്കെ നേരത്തെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അത് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നല്ല മനുഷ്യരെന്ന് പറയുന്നത് അവരെയാണ് നമുക്ക് വേണ്ടത്, അല്ലാതെ ഇന്ന മതത്തിൽപ്പെട്ട ആള് ഇന്ന മതത്തിലാണ് അങ്ങനെയൊന്നും പറയും. നമ്മൾ വളരെയധികം സഹോദര്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന രാജ്യമാണ് ഇത്. ഐക്യത്തോടെ സഹോദര്യത്തോടു കൂടി ജീവിക്കുന്ന ഒരവസ്ഥയിൽ ഇതുപോലൊരു സിനിമ എടുത്തിട്ടുകൊണ്ട് എല്ലാരെയും മോശമായിട്ട് കാണിക്കുന്ന ഈ അധോലോക നായകന്മാരല്ലാതെ ബാക്കി എല്ലാവരും മോശക്കാർ എന്ന് കാണിക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത് ഈ സിനിമയ്ക്ക് ഭൂഷണമല്ല എന്ന്. ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആദ്യം കണ്ടപ്പോൾ. പിന്നീട് എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് നല്ല സിനിമയാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ തെറ്റുപറ്റിയതാകാം എന്ന് വിചാരിച്ചാണ് ഞാൻ OTT പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ വീണ്ടും കണ്ടത്. അങ്ങനെ വീണ്ടും കണ്ടപ്പോൾ കുഴപ്പമില്ല, ഇതിനകത്ത് രാഷ്ട്രീയം പച്ചയായിട്ട് കാണിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി എന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അല്ലാതെ ലൂസിഫർ എനിക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കമ്മീഷണർ മോശമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. മയിൽവാഹൻ എന്നൊരു തമിഴനാണെന്നും അയാൾ കുട്ടികളെ ഉപദ്രവിക്കുന്ന ആളാണെന്നും അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അയാളെ കൊല്ലുന്നുണ്ട്. അയാളെ കൊന്ന ആ തമിഴൻ ഒരു കമ്മീഷണറെ കൊന്നിട്ട് അയാൾ ജയിലിലൊന്നും പോയില്ലേ? അയാൾ ഇപ്പോഴും പുറത്തിങ്ങനെ കറങ്ങി നടക്കുവാണോ? അതിന് കേസില്ലേ എന്ന് ആരെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കാരണം എമ്പുരാൻ സിനിമ വരുമ്പോഴും അവൻ അവിടെ തന്നെയുണ്ട്. അവന്റെ അപ്പോഴത്തെ ജോലി എന്താണ്? ഖുറേഷി എബ്രഹാം അധോലോക പ്രവർത്തനവുമായിട്ട് അന്താരാഷ്ട്രമായിട്ട് ഇങ്ങനെ പര്യടനം നടത്തുമ്പോൾ ഈ തമിഴൻ അവിടെ നിന്ന് അയാളുടെ കാറ് 666 എന്ന് പറയുന്ന ഒരു അംബാസിഡർ കാറും കഴുകി ക്ലീൻ ആക്കി വൃത്തിയാക്കി US നേതാവ് ആവാനായിട്ടുള്ള മഞ്ജു വാര്യരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നടക്കുന്നതായിട്ടാണ് എമ്പുരാനെ കാണിക്കുന്നത്. അധോലോക നായകൻ ആയിട്ടുള്ള ആളെ വിളിച്ചു വരുത്തി, കേരളത്തിലേക്ക് വിളിച്ചു വരുത്തി, ഇവിടുത്തെ മുഖ്യമന്ത്രി വഴിതെറ്റിപ്പോയി. കേന്ദ്ര പാർട്ടിയുമായിട്ട് ചേർന്ന് ഇലക്ഷന് മത്സരിക്കാൻ പോകുന്നു. അപ്പൊ ആ കേന്ദ്ര പാർട്ടി BJPയുമായിട്ട് സാമ്യമുള്ള പാർട്ടി ഇവിടെ വരാൻ പാടില്ല. ആ മുഖ്യമന്ത്രിയെ നമുക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് പകരം മുഖ്യമന്ത്രിയുടെ ചേച്ചിയായിട്ടുള്ള സ്ത്രീയെ ഇവിടുത്തെ പാർട്ടിയുടെ നേതാവാക്കി അവരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് വീണ്ടും മുണ്ടെടുത്ത് ഉടുത്തിട്ട് മോഹൻലാൽ സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് തിരിച്ചു വരുന്നതും അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിൽ ഇടപെട്ട പ്രിയദർശിനി അവരെ കൊണ്ടുവന്ന് ഈ കാര്യങ്ങളിലൊക്കെ ചെയ്യിക്കുന്നതും ഒക്കെയാണ് കാണിക്കുന്നത്. പറയുന്നത് കേട്ടു, ഖുറേഷി എബ്രഹാം എന്ന് പറയുന്നയാളുടെ നന്മ എന്തുകൊണ്ട് കണ്ടില്ല? അയാള് ലഷ്കറെ തോയ്ബ ട്രെയിൻ ചെയ്തിട്ടുള്ള കുട്ടികളെ രക്ഷപ്പെടുത്തുകയാണ് എന്ന്. പൃഥ്വിരാജ് ചെയ്യുന്ന സയ്യിദ് മസൂദ് എന്ന് പറയുന്ന കഥാപാത്രം 13-14 വയസ്സുള്ളപ്പോ ഗുജറാത്തിന്റെ ഈ കലാപത്തിന്റെ ഇടയിൽപ്പെട്ട രക്ഷപ്പെടുന്ന ഏക പയ്യനായിട്ട് കാണിക്കുന്നുണ്ട്. അവൻ രക്ഷപ്പെട്ട എങ്ങനെ പാകിസ്ഥാനിലെ അവരുടെ ഒരു ക്യാമ്പിൽ ട്രെയിനിങ്ങിന് ചെന്നു എന്നുള്ളത് ആരും പറയുന്നില്ല. അപ്പൊ ലഷ്കറെ തോയ്ബയുടെ കരം വളരെ സ്ട്രോങ് ആയിട്ട് ഭാരതത്തിലുണ്ട്. അവരിതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ രക്ഷപ്പെട്ട ഒരു പയ്യനുണ്ടെങ്കിൽ അവർ ആദ്യം വന്ന് പിടിച്ചോണ്ട് പോകും. ഭാരതത്തിൽ നിന്ന് ഒരുപാട് കുട്ടികളെ പാകിസ്ഥാനിലെ ടെററിസ്റ്റ് ക്യാമ്പുകൾ പിടിച്ചോണ്ട് പോയി അവിടെ കൊണ്ടുപോയി ട്രെയിൻ ചെയ്യും. അപ്പൊ അവരെ ഇന്ത്യക്കെതിരെയുള്ള മുദ്രാവാക്യം മുഴക്കാനും ഭീകരവാദം പഠിപ്പിക്കാനും ഇന്ത്യയാണ് നിങ്ങളുടെ എല്ലാരെയും കൊന്നത്, ഇന്നയാളല്ല ഭാരതമാണ് ചെയ്തത്, ഹിന്ദുസ്ഥാനാണ് ചെയ്തത് എന്നുള്ളത് പറഞ്ഞ് പഠിപ്പിച്ച് അവരെ തിരിച്ച് വലിയ വലിയ വണ്ടികളിൽ കയറ്റി ഭാരതത്തിലേക്ക് ജിഹാദികളായിട്ട് വിടുകയാണ്. ബോംബ് പൊട്ടിക്കാനും അവിടെ പോയി മരിക്കാനും ഒക്കെ ആയിട്ട് വിടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ആളുകളെയാണ് ഖുറേഷി എബ്രഹാം രക്ഷിക്കുന്നത്. സയ്യിദ് മസൂദ് എന്ന് പറയുന്ന പയ്യനെ ഖുറേഷി എബ്രഹാം എന്തിനാണ് രക്ഷിക്കുന്നത്? രക്ഷിച്ച് വിദ്യാഭ്യാസം നൽകി ഭാരതീയ പൗരനായിട്ട് വളർത്തിയെടുത്ത് ദേശ സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണോ അയാൾ രക്ഷിക്കുന്നത്? അല്ല, അയാളുടെ ഗ്യാങ്ങിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ്. അയാളുടെ കള്ളക്കടത്ത് സംഘം ഉണ്ടല്ലോ, സ്വർണവും ഡയമണ്ടും ഒക്കെ കള്ളക്കടത്തുന്ന ഒരു സംഘമില്ലേ, അതിലേക്ക് അയാൾക്ക് ഇതുപോലെയുള്ള ആളുകളെ വേണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എനിക്ക് റിക്രൂട്ട് ചെയ്ത് അയാളുടെ രീതിയിൽ ഭാരതത്തിൽ ഇതുപോലെയുള്ള ടെററിസം നടത്താൻ വേണ്ടി റിക്രൂട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നീട് സയ്യിദ് മസൂദും ഇതുപോലെയുള്ള കുറെ കുട്ടികളെ രക്ഷപ്പെടുത്തുന്ന കാണിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയെയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. കഷ്ടം. ഇവരെയൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നത് അവർക്ക് ഭാരതത്തിൽ സേവനം ചെയ്യാനോ രാഷ്ട്ര നന്മയ്ക്കോ വേണ്ടിയിട്ടല്ല, അവരുടെ ഗ്യാങ്ങിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ഗ്യാങ് ശക്തിപ്പെടുത്താൻ, ആ അധോലോക സംഘടന അത് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ IS ട്രെയിൻഡ് ആയിട്ടുള്ള കുട്ടികളെ അവർക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വണ്ടികളെല്ലാം ഇവർ ഒബ്സർവ് ചെയ്തുകൊണ്ട് നിന്നുകൊണ്ട് അവരെ ബോർഡറിൽ വെച്ച് തന്നെ തടഞ്ഞ് പാകിസ്ഥാനികളെ കൊന്നിട്ട് ഈ കുട്ടികളെ അവരുടെ ഗ്യാങ്ങിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് സിനിമ നൽകുന്ന സൂചന. മുഖ്യമന്ത്രി എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, ജതിൻ രാംദാസ്, ടോവിനോ ചെയ്യുന്ന ക്യാരക്ടർ, മുഖ്യമന്ത്രി
അദ്ദേഹത്തിന്റെ അഴിമതി എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും അയാൾ ഈ പാർട്ടിയിൽ നിന്ന് മാറി സ്വന്തമായിട്ടൊരു പാർട്ടി തുടങ്ങി അത് ASMുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് അടുത്ത ഇലക്ഷന് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾ ചെയ്യുന്നത് എന്താണ്? അയാളെ തട്ടിക്കൊണ്ടു പോവുകയും കൊല്ലുകയും ചെയ്യുകയാണ്. ഒരു മുഖ്യമന്ത്രിയെ, ഇപ്പോഴും മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ഒരാളെ തട്ടിക്കൊണ്ടുപോയി അയാളെ ഹെലികോപ്റ്ററിൽ വെച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആരാണ് കൊല്ലുന്നത്? ചൈനീസ് ട്രയാഡ് ആണെന്നാണ് കാണിക്കുന്നത്. പക്ഷെ ആണോ? എന്താണ് സന്ദേശം അതിൽ നിന്ന് കിട്ടുന്നത്? ഒരു മുഖ്യമന്ത്രി ആണെങ്കിൽ പോലും നിങ്ങൾ BJP റെപ്രസെന്റ് ചെയ്യുന്ന അഖണ്ഡ സേവാ മോർച്ച എന്ന് പറയുന്ന പാർട്ടിയുമായിട്ട് ചേർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ തട്ടിക്കൊണ്ടുപോവുകയും കൊല്ലുകയും ചെയ്യും എന്നുള്ള ഒരു ധാരണ കൊടുക്കുന്ന രീതിയിലാണ് അത് അവസാനിപ്പിച്ചിരിക്കുന്നത്. രാജ്യസ്നേഹം ഒട്ടുമേ ഇല്ല. സർക്കാർ നിലനിൽക്കുന്നത് ഇതുപോലെയുള്ള ഗ്യാങ്ങുകളുടെയും കാർട്ടൽസിന്റെയും ഇല്യൂമിനാറ്റിയുടെയും ഒക്കെ പിൻബലത്തോടു കൂടി ആകാവൂ എന്നുള്ളൊരു ധാരണ കൊടുത്തുകൊണ്ട് അങ്ങനെ നിൽക്കുന്നവരെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും. ഇല്യൂമിനാറ്റിയുടെ സിംബൽസ് എന്ന് പറയുന്നത് ആദ്യം തൊട്ട് അവസാനം വരെ കൊടുക്കുന്നുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ ഇല്യൂമിനാറ്റിയുടെ വേരിയസ് ആയിട്ടുള്ള സിംബൽസും സിഗ്നൽസും സിനിമയുടെ ഉടനീളം കൊടുക്കുന്നുണ്ട്. അതൊക്കെ വളരെ സട്ടിലായിട്ട് മറിഞ്ഞ ഈ 666 എന്ന് പറയുന്ന ഡെവിളിന്റെ കാര്യവും കുരിശ് എൽ ഷേപ്പില് വീണ് പൊട്ടിക്കിടക്കുന്നതും കാടില് ഒരു മരം എൽ ഷേപ്പിൽ കത്തുന്നതും അങ്ങനെയുള്ള പല 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 സിംബൽസ് അവർ കൊടുക്കുന്നുണ്ട്. എമ്പുരാൻ എന്ന് പറയുന്നതിനകത്ത് 2A എന്ന് ചുമപ്പിൽ കാണിച്ചിരിക്കുന്നതും അതിന്റെ ഒരു വാക്കാണ്. ഇല്യൂമിനാറ്റി സംഘത്തിന്റെ ഒരു ഉപയോഗിക്കുന്ന ഒരു ലാറ്റിൻ വാക്കിന്റെ ചെറു ഫോം 2 സിംബൽസ് ആണ് അത് എന്നൊക്കെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പൊ സിനിമയുടെ രീതിയിൽ കാണുക എന്ന് പറയുന്നത് എന്താണ്? ഈ വെടിയും ഇടിയും ഒച്ചയും കരച്ചിലും അലർച്ചയും ആ പാട്ടുകളും ആ മ്യൂസിക്കും അതിന്റെ ഇടയിലൂടെ ഉണ്ടാകുന്ന ഈ ബഹളവും പൊട്ടിത്തെറിയും ഒക്കെ കാണാൻ വേണ്ടി മാത്രമാണോ സിനിമയ്ക്ക് പോകുന്നത്? അത് മാത്രം എൻജോയ് ചെയ്താൽ മതിയോ? നമ്മുടെയൊക്കെ മനസ്സില് ഒരു അവബോധ മനസ്സിലെങ്കിലും ഇതുപോലെയുള്ള കുറെ കാഴ്ചപ്പാടുകൾ നമുക്ക് തരികയാണ്. അതായത് ഈ അധോലോക കാർട്ടലുകളും ഇല്യൂമിനാറ്റിയും മോശമായിട്ടുള്ള രീതിയിൽ എല്ലാ കള്ളക്കടത്തും എല്ലാ കൊലയും മനുഷ്യരെ എല്ലാം ഉപദ്രവിച്ച് ദ്രോഹിച്ച് രാജ്യദ്രോഹം ചെയ്യുന്ന ഛിദ്രശക്തികളുടെ ഒക്കെ പിൻബലത്തോടു കൂടിയാണ് ചില സർക്കാരുകൾക്ക് ഭരിക്കാനാവുക, അല്ലെങ്കിൽ ഇവിടെയുള്ള സർക്കാരിന് ഭരിക്കാനാവുക എന്നുള്ള ഒരു ആശയം തരാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു സിനിമയാണെന്നാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞു. അത് സ്വതന്ത്രമായിട്ട് ജനപിന്തുണ മാത്രം കൊണ്ട് ഭരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരാണ് നമുക്കിപ്പോൾ ഇന്ത്യയിൽ ഉള്ളത് എന്നുള്ളതിന് നമുക്ക് അഭിമാനിക്കാം. സുതാര്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ നിലനിൽക്കുമ്പോൾ, ഭാരതത്തിൽ നിലനിൽക്കുമ്പോൾ അതുപോലെ ഒരു സർക്കാർ നമുക്ക് കേരളത്തിൽ വേണ്ട. കേരളത്തിൽ ഇതുപോലെയുള്ള അധോലോക കാർട്ടൽസിന്റെ നേതൃത്വത്തിൽ ഭരിക്കുന്ന സർക്കാരും മതി എന്നുള്ള ആശയം നമ്മുടെയൊക്കെ മനസ്സിൽ കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ട് അതാണ് ലൂസിഫറിനകത്തും അവർ കാണിച്ചത്. ഒരു പത്രത്തെ പോലും ഈ അധോലോക മാഫിയ വാങ്ങിക്കുന്നു, സർക്കാർ അധോലോക മാഫിയയുടെ പണത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പൊ ഇനി അടുത്ത എമ്പുരാൻ വന്നപ്പോൾ അവര് വീണ്ടും ഇത് കേന്ദ്രത്തിലെ ശക്തിയുമായിട്ട് ചേരുന്നവനെ കൊല്ലുന്നു. അവന് മുഖ്യമന്ത്രി ആയാലും അവനെ ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയി കൊല്ലും. വരാൻ പോകുന്ന ഈ പ്രിയദർശിനിയുടെ കീഴിലുള്ള പാർട്ടിയെ ഞങ്ങൾ എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്യും. ഞങ്ങളാണ് ഇവിടെ ശരിക്കും ഭരിക്കുന്നത്, ജനങ്ങളല്ല, ജനങ്ങൾക്ക് ഇതിൽ യാതൊരു റോളും ഇല്ല എന്നുള്ളത് വരുത്താൻ ശ്രമിക്കുന്ന, നമ്മുടെ ഡെമോക്രസിയെ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു മെസ്സേജ് ഉള്ള ഒരു സിനിമ ഇഷ്ടമായി എന്ന് പറയാൻ ആർക്കാണ് തോന്നുക? സിനിമ എന്ന് പറയുന്നത് ചുമ്മാ രസിക്കാനാണ്, അത് സിനിമ കണ്ടാൽ പോരെ, ആസ്വദിച്ചാൽ പോരെ എന്ന് വിചാരിച്ചിരിക്കുന്നവരുടെ മനസ്സിന്റെ അടിവേരുകളിൽ, അവബോധ മനസ്സിനകത്ത് ഈ മാഫിയകളും ഈ ഗുണ്ടാ സംഘങ്ങളും ഇതൊക്കെ ശരിയാണ്, അവർ ചെയ്യുന്ന കൊലകളും കൊള്ളയും അവർ ചെയ്യുന്ന കള്ളക്കടത്തും ഒക്കെ ശരിയാണ്, ഇതൊക്കെയാണ് ഭരണം, ഈ ശക്തികൾ നിയന്ത്രിക്കുന്നതാണ് നമ്മുടെ ഭരണം, അത് നമ്മൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞ് പരത്തുന്ന വലിയ സന്ദേശം അതിനകത്ത് ഉള്ളത് കൊണ്ടാണ് ഈ സിനിമ മോശം എന്ന് ഞാൻ പറഞ്ഞത്. ഈ എമ്പുരാനിന്റെ അകത്ത് പറയുന്ന സന്ദേശം എല്ലാവരും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ ജനങ്ങളും അല്ലെങ്കിൽ ഒരു ഭരണവും എല്ലാം ഈ കാർട്ടൽസിന്റെ അല്ലെങ്കിൽ ഈ കബാലിന്റെ ഇല്യൂമിനാറ്റിയുടെ കീഴില് ആകണം, ആയേ തീരൂ, അതാണ് ശരി, അല്ലാതിരിക്കുന്നവരെ ഞങ്ങൾ ശരിയാക്കും. കേന്ദ്രത്തിൽ പറ്റിയിട്ടില്ല, പക്ഷെ കേരളത്തിൽ ഞങ്ങൾ അത് അനുവദിക്കില്ല എന്നുള്ള മട്ടിൽ ഒരു മലയാളി ഇല്യൂമിനാറ്റി പറയുമ്പോൾ അത് നമ്മള് ഒരു ഭീകരതയായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ. ഇനിയിപ്പം ഈ സിനിമയ്ക്ക് എന്തോ 300 കോടി കിട്ടി എന്ന് പറയുന്നു, ചെലവാക്കിയത് 180 200 കോടി എന്ന് പറയുന്നു, പരമാവധി അത്ര ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിന് കിട്ടാനുള്ള പൈസ മുഴുവൻ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർക്ക് കാശിന്റെ കാര്യമല്ല, അത് അവർക്ക് തിരിച്ചു കിട്ടി. അവർക്ക് കിട്ടേണ്ടത് ഇതല്ലായിരുന്നു, ഇതിന്റെ മുകളിലുള്ള ഒരു കാര്യം, ഒരു വികാരമായിരുന്നു അവർക്ക് പരത്തേണ്ടിയിരുന്നത്. കേരളത്തിൽ മുഴുവനും ഈ ഒരു വികാരം പരത്തിക്കൊണ്ട് ഇതിനകത്ത് സ്വതന്ത്രമായിട്ടുള്ള ഒരു സർക്കാർ നമുക്ക് വേണ്ട, ഭാരതം ഭരിക്കുന്ന ഒരു സർക്കാരിന്റെ ഇൻഫ്ലുവൻസ് കേരളത്തിലേക്ക് വരരുത്, കാരണം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അധോലോക ബന്ധങ്ങളും ഞങ്ങളുടെ പൈസയും ഒക്കെ പോവും. അതുകൊണ്ട് ഈ ഇല്യൂമിനാറ്റി ഭരിക്കുന്ന ഇപ്പോഴത്തെ സിസ്റ്റം
അത് തുടർന്നുകൊണ്ട് കേരളത്തിലെങ്കിലും കൊണ്ടുപോട്ടെ എന്നുള്ള ഒരു വലിയ സന്ദേശം കൊടുക്കുന്ന ഈ സിനിമ ഏത് മലയാളിക്കാണ് ഇഷ്ടമായി എന്ന് പറയാൻ സാധിക്കുക എന്നുള്ളൊരു സംശയമാണ് എനിക്കിപ്പോൾ ഉള്ളത്. അപ്പൊ ഇതിന്റെ ഒരു വ്യക്തത വരുത്തേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സസ്നേഹം, ശ്രീലേഖ.